എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ പാത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഹൗ ഫാർ ഇസ് ദ റിവർ എന്ന പാഠമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. റസ്കിൻ ബോണ്ടിൻ്റെ അതിമനോഹരമായ ഒരു സ്റ്റോറിയാണ് ഹൗ ഫാർ ഇസ് ദ റിവർ. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. Between the boy and the river stood a mountain. The boy was young and the river was small, but the mountain was big. ഇവിടെ ഈ ആൺകുട്ടിയുടെയും ഒരു നദിയുടെയും ഇടയിലായിട്ട് ഒരു മൗണ്ടെയിൻ ഉണ്ട് എന്നാണ് ആദ്യത്തെ വരിയിൽ നമ്മൾ കാണുന്നത്. ദ ബോയ് വാസ് യങ്, ആ കുട്ടി ഒരു ചെറിയ കുട്ടിയാണ്. ആൻഡ് ദ റിവർ വാസ് സ്മോൾ, റിവർ ഒരു ചെറുതാണ്. റിവർ എന്ന് വെച്ചാൽ നദി ഒരു ചെറുതാണ്, പക്ഷേ ആ മൗണ്ടെയിൻ വളരെ വലുതായിരുന്നു. ദ തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടെയിൻ ഹിഡ് ദ റിവർ. അപ്പോൾ ഇടതൂർന്ന ഈ കാട് റിവറിനെ മറച്ചിരുന്നു. ബട്ട് ദ ബോയ് ന്യൂ ഇറ്റ് വാസ് ദർ. പക്ഷേ ആ ആൺകുട്ടിക്ക് അറിയായിരുന്നു അവിടെ ഒരു റിവർ ഉണ്ട് എന്ന്. ഹി ഹാഡ് നെവർ സീൻ ദ റിവർ വിത്ത് ഹിസ് ഓൺ ഐസ്. പക്ഷേ അവൻ ആ റിവറിനെ കണ്ടിട്ടൊന്നുമില്ല. ബട്ട് ഫ്രം ദ വില്ലേജേഴ്സ് ഹി ഹാഡ് ഹേർഡ് ഓഫ് ഇറ്റ്, ഓഫ് ദ ഫിഷ് ഇൻ ഇറ്റ്സ് വാട്ടർ ആൻഡ് ഓഫ് ഇറ്റ്സ് റോക്സ്. അപ്പോൾ അവൻ്റെ അവിടുത്തെ ഗ്രാമവാസികളിൽ നിന്ന് അവന് ആ റിവറിനെ പറ്റിയിട്ട് അറിവ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മീനുകളുണ്ട്, അതിൽ കുറേയധികം വെള്ളം, നല്ല അതിമനോഹരമായ വെള്ളമുണ്ട്, പിന്നെ പാറക്കെട്ടുകളുണ്ട് എന്നൊക്കെ അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹി വിഷ് ടു ടച്ച് ദ വാട്ടർ ആൻഡ് നൗ ഇറ്റ് പേഴ്സണലി. അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ ആഗ്രഹിച്ചു, വെള്ളത്തിൽ ഒന്ന് തൊടണമെന്നും എന്നൊക്കെ ആഗ്രഹിച്ചു. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. He stood in front of his house on the hill opposite the mountain and gazed across the valley, dreaming of the river. അങ്ങനെ അവൻ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് മൗണ്ടെയിനിലേക്ക് നോക്കുകയാണ്. അവൻ ഭയങ്കരമായിട്ട് സ്വപ്നമൊക്കെ കണ്ടിട്ടിരിക്കുകയാണ്, റിവറിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഡ്രീം ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പം ഇനി അവൻ്റെ സവിശേഷതകളാണ് പറയുന്നത്. ഇപ്പോൾ ക്യാരക്ടർ സ്കെച്ചൊക്കെ എഴുതുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഭാഗമാണ് വരുന്നത്, നിങ്ങൾ മാർക്ക് ചെയ്യുക. അവൻ്റെ സ്വഭാവ സവിശേഷതകൾ. ഹി വാസ് അബൌട്ട് 12 years old. അവന് 12 വയസ്സുണ്ട്. സ്റ്റേഡി ബോയ്, നല്ല ഊർജ്ജസ്വലതയുള്ള ഒരു ആൺകുട്ടിയാണ്. വിത്ത് അൺടൈഡി ബ്ലാക്ക് ഹെയർസ് ആൻഡ് ഷൈനിങ് ബ്ലാക്ക് ഐസ്. അപ്പോൾ അവൻ്റെ മുടിയൊന്നും അങ്ങനെ ചീന്തിയിട്ടില്ല, നല്ല കറുത്ത മുടികളാണ്. ഷൈനിങ് ബ്ലാക്ക് ഐസ്, തിളങ്ങുന്ന കണ്ണുകളാണ്. ഹി ഹാഡ് ഫൈൻ ഫീച്ചേഴ്സ്, അവന് ഭയങ്കര ശ്രേഷ്ഠമായിട്ടുള്ള സവിശേഷതകൾ തന്നെയാണ്. ആൻഡ് clear brown skin, but his hand and feet were rough and scratched. അവന് തവിട്ട് നിറത്തിലുള്ള ശരീരമാണ്. അവൻ്റെ കൈയും കാലൊക്കെ പരുപരുത്തതായിരുന്നു, പിന്നെ സ്ക്രാച്ച്ഡ്, പോറിയ. അപ്പോൾ ഇവൻ ഒരു വില്ലാളി വീരൻ തന്നെ, അതായത് ഇങ്ങനെ കളിക്കുമ്പോൾ വീണിട്ടൊക്കെയുള്ള പോറലുകളാവാം. ഹി വാസ് ബെയർ ഫൂട്ടഡ് എന്ന് വെച്ചാൽ നഗ്നമായ പാദങ്ങൾ, അതായത് അവൻ ചെരുപ്പൊന്നും ധരിച്ചിട്ടില്ല. നോട്ട് ബിക്കോസ് ഹീ കുഡിൻറ്റ് എഫോർഡ് ഷൂസ്, അതെന്താണെന്ന് വെച്ചാൽ അവന് അത് ഷൂസൊന്നും വാങ്ങാനുള്ള കാശൊന്നും ഇല്ല. ബട്ട് ബിക്കോസ് ഹീ ലൈക്ക് ഫീൽ ഓഫ് വാം സ്റ്റോൺസ് ആൻഡ് കൂൾ ഗ്രാസ്. പിന്നെ അവന് ഇഷ്ടമാണ് ചൂടുള്ള കല്ലുകൾ തൊടുന്നതും ഫീൽ ചെയ്യുന്നതും, അതുപോലെ തണുപ്പുള്ള പുല്ലുകളിൽ നടക്കുന്നതൊക്കെ അവന് ഇഷ്ടമാണ്. ഇനി അടുത്ത പാരഗ്രാഫിലെ It was 11 o'clock and he knew his parents would return home till evening. അവനറിയാം 11 മണിയായതിൻ്റെ സമയം, അപ്പോൾ അതുകൊണ്ട് തന്നെ അവനറിയാം അവൻ്റെ പാരൻസ് ഈവനിങ് ആകുമ്പോഴേക്കും തന്നെ വരുള്ളൂ എന്നൊക്കെ അവനറിയാം. There was a loaf of bread he could take with him. അപ്പോൾ അവിടെ ഒരു ബ്രെഡിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു, അത് അവൻ്റെ കൂടെ എടുത്തു അവൻ അത്. ആൻഡ് ഓൺ ദ വേ ഹി മൈറ്റ് ഫൈൻഡ് സം ഫ്രൂട്ട്സ്. അപ്പോൾ പിന്നെ അവൻ വിചാരിച്ചു, പിന്നെ ഈ പോണ വഴിയിൽ ഇനി കുറച്ച് ഫ്രൂട്ട്സൊക്കെ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം എന്ന് അവൻ വിചാരിച്ചു. ഹിയർ ദ ഓപ്പർച്യൂണിറ്റി ഹി ഹാഡ് വെയിറ്റഡ് ഫോർ. ഈ അവസരത്തിന് വേണ്ടിയിട്ടാണ് അവൻ കാത്തിരുന്നത്. ഹിസ് മദർ ആൻഡ് ഫാദർ ഹാഡ് ഗോൺ ടു വിസിറ്റ് റിലേറ്റീവ് ഫോർ ദ എൻറ്റയർ ഡേ ആൻഡ് ഹാഡ് ലെഫ്റ്റ് ഹിം ഓൺ ഹിസ് ഓൺ. അതായത് അവനെ വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്തിയിട്ടാണ് അവർ റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോയെടുക്കുന്നത്. ഒരു ദിവസം മുഴുവനുള്ള പ്ലാനിലാണ് അവർ പോയെടുക്കുന്നത്, അവൻ്റെ പാരൻസ്. അപ്പോൾ ഒരു ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയൊക്കെ ആകുമ്പോഴാണ് അവർ വരുള്ളൂ. If he came home before dark, before they returned, they wouldn't know where he had been. അതായത് അവൻ വിചാരിച്ചു ഇനിയിപ്പോൾ രാത്രി ആകുമ്പോഴേക്കും എത്താം, അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അവർക്ക് മനസ്സിലാവില്ലല്ലോ ഇവ എങ്ങോട്ടാണ് പോയെന്നൊന്നും അറിയുകയും ചെയ്യില്ല.
അങ്ങനെ ഇവൻ പ്ലാൻ ഇട്ടു. ഈ നെക്സ്റ്റ് പാരഗ്രാഫ്, ഹി വെൻറ്റ് ഇൻ ടു ഹൗസ് ആൻഡ് റാപ്ഡ് ദ ലോഫ് ഇൻ എ ന്യൂസ് പേപ്പർ. അതായത് അവൻ ബ്രെഡിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, അത് ന്യൂസ് പേപ്പർ കൊണ്ട് റാപ്പിഡ് പൊതിഞ്ഞു. ദെൻ ഹി ക്ലോസ്ഡ് ഓൾ ഡോർസ് ആൻഡ് വിൻഡോസ്. എന്നിട്ട് അവൻ അവൻ്റെ വീടിൻ്റെ ഡോർസും വിൻഡോസും ഒക്കെ അടച്ചു. ദ പാത്ത് ടു ദ റിവർ ഡ്രോപ്ഡ് സ്റ്റെപ്ലി ഇൻ ടു വാലി. അതായത് അവിടെ ഒരു വഴിയുണ്ട്, ആ വഴി താഴ്വാരത്തിലേക്കുള്ളൊരു വഴിയാണ്. ആ വഴി അവൻ കുത്തനെ അങ്ങോട്ട് ഇറങ്ങി. ദെൻ റോസ്, അതായത് അവൻ കയറ്റം കയറി. ആൻഡ് വെൻ റൗണ്ട് ദ ബിഗ് മൗണ്ടൈൻ, ആ മൗണ്ടൈന് ചുറ്റും നടന്നു. ഇറ്റ് വാസ് ഫ്രീക്വൻറ്റ്ലി യൂസ്ഡ് ബൈ ദ വില്ലേജേഴ്സ്, വുഡ് കട്ടേഴ്സ്, മിൽക്ക്മെൻ ആൻഡ് മ്യൂൾ ഡ്രൈവേഴ്സ്, ബട്ട് ദർ വെർ നോ വില്ലേജസ് ബിയോണ്ട് ദ മൗണ്ടൈൻ ഓർ നിയർ ദ റിവർ. അതായത് ഇത് സാധാരണയായിട്ട് ഈ വഴി യൂസ് ചെയ്യാറുള്ളത് അവിടുത്തെ ഗ്രാമീണർ, പോലെ മരവെട്ടുകാർ, പാല് കൊണ്ടുവരുന്ന ആൾക്കാർ, കഴുത സവാരിക്ക് പോകുന്നവർ. പക്ഷേ ആ സമയത്ത് അവിടെ ഒരു ആൾക്കാരെയും കണ്ടില്ല. അതായത് മൗണ്ടൈൻ്റെ അടുത്തും കണ്ടില്ല, റിവറിൻ്റെ ആ സൈഡിലുള്ള എവിടെയും കണ്ടില്ല എന്നാണ് പറയുന്നത്. The boy passed a woodcutter and asked him how far it was to river. അപ്പോൾ അവനൊരു മരം വെട്ടുകാരനെ കണ്ടു. ആ വഴി പോകുന്ന ഒരു മരം വെട്ടുകാരനെ കണ്ടു. ആ മരം വെട്ടുകാരനോട് അവൻ ചോദിച്ചു എത്ര ദൂരം റിവറിലേക്ക് ഉണ്ട് എന്ന് ചോദിച്ചു. ഇനി നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് വുഡ് കട്ടറിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദ വുഡ് കട്ടർ വാസ് എ ഷോർട്ട്, ഭയങ്കര പൊക്കം കുറഞ്ഞതായിരുന്നു, ബട്ട് പവർഫുൾ മാൻ എന്ന് വെച്ചാൽ ശക്തനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. വിത്ത് എ ക്രീസ്ഡ് ആൻഡ് വെതേർഡ് ഫേസ്, അതായത് ചുക്കിച്ചുളിഞ്ഞ ഒരു മുഖമായിരുന്നു അയാളുടെ. പിന്നെ അടുത്തത് എന്താണെന്ന് പറയുന്നത്, അയാളുടെ മസിൽസ് ദാറ്റ് സ്റ്റുഡ് ഔട്ട് ഇൻ ഹാർഡ് ഉഗ്ലി ലംസ്. അതായത് അദ്ദേഹത്തിൻ്റെ പേശികൾ, മസിൽസൊക്കെ ഒരു അനാകർഷകമായ, അതായത് അത്ര ഭംഗിയൊന്നുമില്ലാതെ പുറത്തേക്ക് തള്ളിയിട്ടാണ് നിൽക്കുന്നത്. ഉഗ്ലി ലംസ് എന്ന് വെച്ചാൽ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. 7 miles he said, which was fairly accurate. Why do you want to know? 7 മൈലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. വിച്ച് വാസ് ഫെയർലി അക്യുറേറ്റ്, അപ്പോൾ അത് എന്തായാലും കറക്റ്റാണ് എന്ന് അവനും തോന്നി. വൈ ഡു യു വാണ്ട് ടു നൗ, എന്തുകൊണ്ടാണ് നിനക്ക് ഇതൊക്കെ അറിയേണ്ട ആവശ്യം എന്ന് ചോദിക്കുകയാണ് ആര്, വുഡ് കട്ടർ. അപ്പോൾ അവൻ എന്താ മറുപടി പറയുക, ഐ ആം ഗോയിങ് ടു റിവർ സേഡ് ദ ബോയ്. അപ്പോൾ അവൻ റിവറിലേക്ക് പോവാന്ന് മറുപടി കൊടുത്തു. അപ്പോൾ വുഡ് കട്ടർ എന്താ ചോദിക്കുന്നത്, എലോൺ, ഒറ്റയ്ക്കാണോ? അപ്പോൾ ബോയ് പറയും ഓഫ് കോഴ്സ്, തീർച്ചയായും എന്ന് പറയും. ബട്ട് ഇറ്റ് ഈസ് ടു ഫാർ, ഇറ്റ് വിൽ ടേക്ക് യു 3 hours ടു റീച്ച് ദർ ആൻഡ് ദെൻ യു ഹാവ് ടു കം ബാക്ക്. അപ്പോൾ നമ്മുടെ വുഡ് കട്ടർ പറയാണ് അത് ഭയങ്കര അകലെയാണ്, 3 മണിക്കൂറെങ്കിലും അവിടെ എത്താൻ സമയം വേണ്ടി വരും, പിന്നെ നിനക്ക് തിരിച്ചു വരണ്ടേ, പിന്നെ നീ വരുമ്പോഴേക്കും ഭയങ്കര ഇരുട്ടാവുമെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് അത് അത്ര നല്ല റോഡൊന്നുമല്ല എന്ന് പറയും. അപ്പോൾ അവൻ എന്താ പറഞ്ഞത്, ബട്ട് ഐ ആം ഗുഡ് വാക്കർ, അവൻ ഒരു നല്ല നടത്തക്കാരനാണെന്ന് വുഡ് കട്ടറിൻ്റെ മുമ്പിൽ അവൻ പറയും. ദോ ഹി ഹാഡ് നെവർ വാക്ക്ഡ് ഫർദർ ദാൻ മൈൽ ഫ്രം ഹിസ് ഹൗസ് ടു സ്കൂൾ. സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് അതിനപ്പുറമായിട്ട് അവൻ കൂടുതലായിട്ടൊന്നും ഇതുവരെയായിട്ട് നടന്നിട്ടില്ല. യഥാർത്ഥത്തിൽ അവൻ അതിന് കൂടുതലൊന്നും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ദ പാത്ത് വാസ് സ്റ്റീപ്പ് ആൻഡ് ദ ബോയ് ഹാഡ് ടു റൺ മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പോൾ ഈ വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുത്തനെയുള്ള ഒരു വഴിയാണ്. വുഡ് കട്ടർ പറഞ്ഞ പോലെ തന്നെ അധികം നല്ല വഴിയൊന്നുമല്ല. പക്ഷേ ഇവൻ മോസ്റ്റ് ടൈം, എല്ലാ ടൈമും ഓടിക്കൊണ്ടിരിക്കുകയാണ്. വഴി അത്ര നല്ലതല്ലാത്തതുകൊണ്ട് തന്നെ അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ പറയുന്നത്, ഇറ്റ് വാസ് എ ഡീസി, അതായത് ആകെ പുളഞ്ഞിട്ടുള്ള ഒരു വഴി ആയതുകൊണ്ട് തന്നെ തല കറങ്ങണ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക വഴി കാണുമ്പോൾ. ആൻഡ് ഹീ സ്ലിപ്ഡ് 1 or 2 times, അതായത് 1-2 വട്ടമൊക്കെ അവൻ വീഴുകയും ചെയ്തു. ദ ഹിൽ വാസ് കവേർഡ് വിത്ത് ലഷ് ഗ്രീൻ ഫേൺസും ദ ട്രീസ് വർ ബൗണ്ട് ഇൻ ക്രീപ്പേഴ്സ്. അതായത് ആ ഹില്ലാകെ കവേർഡ് ചെയ്തിരിക്കുന്നത് സമൃദ്ധമായ പച്ചപ്പിൻ്റെ കുറ്റിച്ചെടികൾ കൊണ്ടാണ്. ഗ്രീൻ ഫേൺസ് എന്ന് വെച്ചാൽ കുറ്റിച്ചെടികൾ. ദ ട്രീ വർ ബൗണ്ട് ഇൻ ക്രീപ്പേഴ്സ്, അതായത് മരങ്ങളുടെ മുകളിലൊക്കെ ആകെ വള്ളിച്ചെടികൾ പടർന്നിട്ടുണ്ട്. And a great wild dahlia suddenly reared its golden head from the leaves and ferns. അപ്പോൾ പെട്ടെന്ന് ഒരു ഗോൾഡൻ ഹെഡ്, സ്വർണ്ണ നിറത്തിലുള്ള ഒരു തല പെട്ടെന്ന് ലീവ്സിൻ്റെയും കുറ്റിച്ചെടികളുടെയും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അതെന്തായിരുന്നു, ഒരു ഡാലിയായിരുന്നു, അതായത് സൂര്യകാന്തി പോലത്തെ ഉള്ള ഒരു പൂവായിരുന്നു.
ഈ നെക്സ്റ്റ് പാരഗ്രാഫ് സൂൺ ദ ബോയ് വാസ് ഇൻ ദ വാലി. അങ്ങനെ ബോയ് താഴ്വരയിലെത്തി. ആൻഡ് ദ പാത്ത് സ്ട്രെയിറ്റൻ ഔട്ട് ആൻഡ് റോസ്. അതായത് വഴിയൊക്കെ ഇപ്പോൾ നേരെയായി. അതിന് നേരെയായിട്ടൊരു കയറ്റാണ് ഇനിയുള്ളത്. റോസ് എന്ന് വെച്ചാൽ കയറ്റം. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് കമ്മിങ് ഫ്രം ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഷീ ഹെൽഡ് എ ലോങ് കേർവ്ഡ് നൈഫ്. അതായത് അവളുടെ കയ്യിൽ ഒരു വളഞ്ഞ കത്തിയുണ്ട്, അതായത് അരിവാള്. വിത്ത് വിച്ച് ഷീ ഹാഡ് ബീൻ കട്ടിങ് ഗ്രാസ്. അതായത് അവൾ പുല്ലരിയാൻ വേണ്ടിയിട്ട് കൊടുന്നതാണ് അരിവാള്. ദ ബാംഗിൾസ് ഷീ വോർ മെയ്ഡ് മ്യൂസിക് വെൻ ഷീ മൂവ്ഡ് ഹെർ ഹാൻഡ്. അതായത് അവൾ കയ്യിൽ വളകളൊക്കെ ധരിച്ചിട്ടുണ്ട്. ആ വളകൾ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചലിക്കുമ്പോൾ അവളുടെ കയ്യിലത്തെ വളകൾ സൗണ്ട് ഉണ്ടാക്കുക, മ്യൂസിക് ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ആസ് ദോ ദ ഹാൻഡ് സ്പോക്ക് എ ലാംഗ്വേജ് ഓഫ് ദെയർ ഓൺ. അതായത് ആ ഹാൻഡ് അവരുടേതായിട്ടുള്ള ഒരു ഭാഷ ഉണ്ടാക്കുന്നു എന്നാണ് അവൻ പറയുന്നത്. ഹൗ ഫാർ ഈസ് ഇറ്റ് ടു ദ റിവർ ആസ്ക് ദ ബോയ്. അപ്പോൾ ആ ബോയ് അവളോട് ചോദിക്കുകയാണ്, ആ റിവറിലേക്ക് എത്ര ദൂരം ഉണ്ട് എന്ന് ചോദിക്കുകയാണ്. ദ ഗേൾ ഹാഡ് ഒബ്വിയസ്ലി നെവർ ബീൻ ടു ദ റിവർ ഓർ ഷീ മേ ഹാവ് ബീൻ തിങ്കിങ് ഓഫ് അനദർ വൺ. ഒരു പക്ഷേ അവൾക്ക് ആ ഇതിനെക്കുറിച്ചിട്ട്, ആ റിവറിനെ പറ്റിയിട്ട് അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ ആ കുട്ടി വേറൊരു റിവറിനെ പറ്റിയിട്ടായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. എന്തുകൊണ്ടെന്നാൽ ബിക്കോസ് ഷീ സേഡ് 20 മൈൽസ്. അതായത് ആ കുട്ടി ഉത്തരം പറഞ്ഞത് 20 മൈൽസ് എന്നാണ്. കാരണം ആ കുട്ടിക്ക് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാവും അവൾ അങ്ങനെ പറഞ്ഞത് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത പാരഗ്രാഫിലെ ദ ബോയ് ലാഫ്ഡ് ആൻഡ് റാൻ ഡൗൺ ദ പാത്ത്. എ പാരറ്റ് സഡൻലി സ്ക്രീച്ച്ഡ്, ഫ്ലൂ ലോ ഓവർ ഹിസ് ഹെഡ്, എ ഫ്ലാഷ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ. ദ ബേർഡ് ഡിസപ്പിയേർഡ് എമംഗ്സ്റ്റ് ദ ട്രീസ്. അതായത് അവന് മനസ്സിലായി ഈ കുട്ടിക്ക് ഒന്നും അറിയില്ല. അപ്പോൾ അവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന് ഓർത്തിട്ട് അവൻ ചിരിച്ചിട്ട് വേഗം നടന്നു. അപ്പോൾ അവൻ്റെ തലയ്ക്ക് മുകളിൽ കൂടെ ഒരു തത്ത പറന്ന് ശബ്ദമുണ്ടാക്കിയിട്ട് പറന്നു പോകുന്നുണ്ടായിരുന്നു. ആ തത്ത ഒരു ട്രീയുടെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് ഡിസപ്പിയേർഡായി, കാണാതെയായി. എ ട്രിക്കിൾ ഓഫ് വാട്ടർ കെയിം ഫ്രം ഹിൽ സൈഡ് ആൻഡ് ദ ബോയ് സ്റ്റോപ്പ്ഡ് ടു ഡ്രിങ്ക്. അപ്പോൾ അവന് ഒരു ശബ്ദം കേട്ടു. എന്തിൻ്റെ ശബ്ദമാണ്? വാട്ടർ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന പോലെ, ട്രിക്കിൾ ഒലിച്ചിറങ്ങുന്ന പോലെ ഒരു സൗണ്ട് കേട്ടു. അത് എവിടെ നിന്നാണ്? ഫ്രം ദ ഹിൽ സൈഡ്. ആൻഡ് ദ ബോയ് സ്റ്റോപ്പ്ഡ് ടു ഡ്രിങ്ക്. അവൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വെള്ളം കുടിക്കൽ നിർത്തി. ദ വാട്ടർ വാസ് കോൾഡ്. അതായത് ആ വെള്ളം തണുത്തതും ഷാർപ്പ് മൂർച്ചയുള്ളതും ബട്ട് വെരി റിഫ്രഷിങ്. അതായത് ഉന്മാദപ്പെടുത്തുക, അതായത് മനസ്സിന് കുളിരേകുന്നതുമാണ് ആ വാട്ടർ എന്നാണ് പറയുന്നത്. ഹവവർ ഇറ്റ് സീംഡ് ടു ഹാവ് ദ എഫക്റ്റ് ഓഫ് മേക്കിംഗ് ഹിം മോർ തേഴ്സ്റ്റി. ഇവന് നല്ല ദാഹമുണ്ട്, കാരണം ഇവൻ ഇങ്ങനെ നടന്നിട്ടല്ലേ വരുന്നത്, കുറേ ആയി നടക്കുന്നു. അപ്പോൾ അവൻ നല്ലതുപോലെ ദാഹമുണ്ട്. ദ സൺ വാസ് സ്ട്രൈക്കിംഗ് ഹിസ് സൈഡ് ഓഫ് ഹിൽ. അതായത് ആ മലയുടെ സൈഡിൽ സൂര്യൻ്റെ രശ്മികൾ നന്നായിട്ട് വരുന്നുണ്ട്. അതായത് നല്ല ചൂടുള്ള സമയമാണ് കേട്ടോ. ആൻഡ് ദ ഡസ്റ്റി പാത്ത് ബിക്കെയിം ഹോട്ടർ. അതായത് അവിടെയുള്ള ആ വഴിയൊക്കെ ആകെ ചൂടുള്ളതായി. ദ സ്റ്റോൺ സ്ക്രോച്ചിങ് ദ ബോയ് ഫീറ്റ്. സ്ക്രോച്ചിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊള്ളുക. അതായത് അവൻ കാലിന് മുകളിൽ ചെരുപ്പോ യാതൊന്നും തന്നെ ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ കാല് നന്നായി പൊള്ളുന്നുണ്ടായിരുന്നു സ്റ്റോണിൻ്റെ മുകളിലൊക്കെ നടക്കുമ്പോൾ. ഹി വാസ് ഷുവർ ഹി ഹാഡ് ഗോൺ ഹാഫ് അവേ. അവന് ഉറപ്പായിരുന്നു ഞാൻ പകുതിയിൽ അധികം യാത്ര ചെയ്തു എന്ന്. ഹി ഹാഡ് വാക്ക് ഫോർ ആൻ അവർ. അവൻ 1 മണിക്കൂർ നടന്നു. പ്രസൻ്റ്ലി ഹീ സോ അനദർ ബോയ് എഹെഡ് ഓഫ് ഹിം. അപ്പോൾ അവൻ്റെ മുന്നിലായിട്ട് ഒരു ആൺകുട്ടിയെ കണ്ടു. ഡ്രൈവിങ് എ ഫ്യൂ ഗോഡ്സ് ഡൗൺ ദ പാത്ത്. അതായത് അവൻ കുറച്ച് ആടുകളേനായിട്ട് നടക്കുകയാണ്. ഹൗ ഫാർ ഈസ് ദ റിവർ ഹി ആസ്ക്ഡ്. അവൻ ചോദിച്ചു നമ്മുടെ നദിയിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് നമ്മുടെ ബോയ് ചോദിച്ചു. ദ വില്ലേജ് ബോയ് സ്മൈൽഡ് ആൻഡ് ഫ്രണ്ട്ലി. അതായത് അവിടുത്തെ ആ കുട്ടി, ആടുകളേനൊക്കെ മേയിച്ച് നടക്കുന്ന ആ കുട്ടി ചിരിച്ചുകൊണ്ട് ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞു, ഓ നോട്ട് ഫാർ, ജസ്റ്റ് റൗണ്ട് ദ നെക്സ്റ്റ് ഹിൽ ആൻഡ് സ്ട്രെയിറ്റ് ഡൗൺ. അധികം ദൂരമൊന്നുമില്ല, അടുത്ത ഹില്ല് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറയും. ദ ബോയ് ഫീലിംഗ് ഹംഗ്രി അൺറാപ്ഡ് ഹിസ് ലോഫ് ഓഫ് ബ്രെഡ് ആൻഡ് ബ്രോക്ക് ഇറ്റ് ഇൻ ഹൗസ്. അതായത് അവൻ കയ്യിൽ പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ ബ്രെഡ്, അത് അവൻ എടുത്തിട്ട് അവനും പകുതി കൊടുത്തു. ഓഫറിങ് 1 പോർഷൻ ടു വില്ലേജ് ബോയ്. അവനും കൊടുത്തു. ദേ സാറ്റ് ഓൺ ഹിൽ സൈഡ് ആൻഡ് എയ്റ്റ് ഇൻ സൈലൻസ്. അവർ മലയുടെ ഒരു സൈഡിലിരുന്നു, എന്നിട്ട് സൈലൻ്റായിട്ട് ഇരുന്നിട്ട് അത് കഴിക്കുകയാണ്. വെൻ ദേ ഹാഡ് ഫിനിഷ്ഡ് ദേ വോക്ക്ഡ് ഓൺ ടുഗദർ ആൻഡ് ബിഗിനിങ് ടോക്കിംഗ് ആൻഡ് ടോക്കിംഗ്. അതൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് അവൻ ഒരുമിച്ച് നടക്കാൻ തുടങ്ങി. ബിഗാൻ ടോക്കിംഗ് ആൻഡ് ടോക്കിംഗ്, സംസാരിച്ചു കൊണ്ടാണ് നടക്കുന്നത്. ദ ബോയ് ഡിഡ് നോട്ട് നോട്ടീസ് ദ സ്മാർട്ടിങ് ഓഫ് ഹിസ്
ഫീറ്റ്. അതായത് ആ കുട്ടി വില്ലേജ് ബോയ് ഗോട്ട്സിനെ അതായത് ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ആ കുട്ടി ഇവൻ്റെ കാലിലേക്കൊന്നും അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ദ ഹീറ്റ് ഓഫ് ദ സൺ ആൻഡ് ദ ഡിസ്റ്റൻസ് ഹി ഹാഡ് കവേർഡ്. അതുപോലെ തന്നെ ഇവൻ എത്രത്തോളം സൂര്യൻ്റെ താപം ഏറ്റിട്ടാണ് നടക്കുന്നതെന്നും എത്ര ദൂരം വന്നു എന്നൊന്നും ആ കുട്ടി ശ്രദ്ധിക്കുന്നില്ല. ആൻഡ് ദ ഡിസ്റ്റൻസ് ഹി ഹാഡ് യെറ്റ് ടു കവർ. അതുപോലെ തന്നെ ഇനി എത്ര ദൂരം നടക്കാണ്ടെന്നും ആ കുട്ടിയൊന്നും ചിന്തിക്കുന്ന പോലുമില്ല. ബട്ട് ആഫ്റ്റർ സം ടൈം ഹിസ് കമ്പാനി ഹാഡ് ടു ഡൈവേർജ് അലോങ് അനദർ പാത്ത്. അതായത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആ കുട്ടി വേറൊരു വഴിയിലേക്ക് ഡൈവേർജ് ചെയ്തിട്ട് നടന്നുപോയി. ആൻഡ് ദ ബോയ് വാസ് വൺ മോർ ഓൺ ഹിസ് ഓൺ. അതായത് ആ കുട്ടി പിന്നെയും ഒറ്റയ്ക്കായി. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. ഹി മിസ്ഡ് ദ വില്ലേജ് ബോയ് ഹി കുഡ് നോട്ട് ബി സീൻ. അതായത് അവനെ ആ ബോയിനെ നഷ്ടപ്പെട്ടു. അവൻ ആ വഴിയിലേക്ക് പോയി, അവനെ കാണാനില്ല. ഹിസ് ഓൺ ഹോം വാസ് ഓൾസോ ഹിഡൻ. അവൻ്റെ വീടും കാണാത്ത പോലെയായി. ഫ്രം വ്യൂ ബൈ ദ സൈഡ് ഓഫ് മൗണ്ടൈൻ. ദ റിവർ വാസ് നോട്ട് സൈറ്റ് ഇത്. അതായത് റിവർ പോലും ഇപ്പോൾ കാണാനില്ല എത്ര നടന്നിട്ടും. ഹി ബെഗാൻ ടു ഫീൽ ഡിസ്കറേജ്. അവനെ ഉത്സാഹമില്ലാതെയൊക്കെ തോന്നി തുടങ്ങി. ഹി വാസ് സോറി ഹി ഹാഡ് ഫിനിഷ്ഡ് ദ ബ്രെഡ്. അതായത് അവൻ്റെ ബ്രെഡൊക്കെ തീർന്നു പോയതിൽ അവന് നല്ല വിഷമമുണ്ട്. ഹി മൈറ്റ് വാണ്ട് ഇറ്റ് ലേറ്റർ. അവനത് വേണമെന്നൊക്കെ ആഗ്രഹിച്ചു. ഇനി അടുത്ത പാരഗ്രാഫിൽ ഹി വാസ് ഡിറ്റർമൈൻഡ് ടു സീ ദ റിവർ. അവൻ തീരുമാനമെടുത്തു എന്തായാലും റിവറിനെ കാണണം. ഹി വാക്ക്ഡ് ഓൺ അലോങ് ദ ഹോട്ട് ഡസ്റ്റി സ്റ്റോണി പാത്ത് പാസ്റ്റ് മഡ് ഹട്ട് ആൻഡ് ടെറസഡ് ബിൽഡ്. അവൻ ഇത്രയും നേരം നടന്നിരുന്നത് ഈ ചൂടുള്ള പൊടി പിടിച്ച കല്ലുകളൊക്കെ നിറഞ്ഞ കുടിലുകളൊക്കെ ഉള്ള തട്ടുതട്ടായി കൃഷികളൊക്കെ ചെയ്തിരുന്ന സ്ഥലത്ത് കൂടെയാണ്. പക്ഷേ അൺടിൽ ദർ വെർ നോ മോർ ഫീൽഡ് ഓർ ഹട്ട്. അതായത് അവിടെ കുടിലുകളും ഇല്ല, കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളും ഇല്ല. ഓൺലി ഫോറസ്റ്റ് ആൻഡ് സൺ ആൻഡ് ലോൺനെസ്. ആ കൂടിയിട്ടുള്ളത് കാടും സൂര്യനും ലോൺലിനെസ് ഒറ്റപ്പെടലും മാത്രമാണ്. നൗ ദർ വാസ് നോ മാൻ. അതായത് അവിടെ മനുഷ്യരൊന്നുമില്ല. ഓർ എനി സൈൻ ഓഫ് മാൻ ഇൻഫ്ലുവൻസ്. അതായത് മനുഷ്യരുടെ സ്വാധീനമുള്ള ഒന്നും തന്നെ ഇല്ല. ഓൺലി ട്രീസ് ആൻഡ് റോക്ക് ആൻഡ് ബ്രാമ്പിൾ ആൻഡ് ഫ്ലവേഴ്സ്. ഓൺലി സൈലൻസ്. അതായത് മരങ്ങളും പാറകളും, ബ്രാമ്പിൾ എന്ന് വെച്ചാൽ കുറ്റിച്ചെടികൾ, മുൾച്ചെടികൾ പോലത്തെ ചെടികൾ, ആൻഡ് ഫ്ലവേഴ്സ് പൂക്കൾ. പിന്നെ ഉള്ളത് ഓൺലി സൈലൻസ്. ഓൺലി സൈലൻസ് വെച്ചാൽ നിശബ്ദതയാണ് അവിടെ ഉള്ളത്. ദ സൈലൻസ് വാസ് ഇംപ്രസീവ്. സൈലൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിശബ്ദത എന്നത് ഒരു മതിപ്പുള്ളതാണ്. ആൻഡ് ലിറ്റിൽ ഫ്രൈറ്റനിങ്, പേടിപ്പിക്കുന്നതുമാണ്. ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ സൈലൻസ് ഓഫ് എ റൂം ഓർ സ്ട്രീറ്റ്. ഈ സൈലൻസ് എന്നത് റൂമിൻ്റെ സൈലൻസിനെയും കാട്ടിയും അതുപോലെ സ്ട്രീറ്റിൻ്റെ സൈലൻസിനെയും കാട്ടിയും ഡിഫറെൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് സൈലൻസ് ഓഫ് സ്പേസ്, ഓഫ് ദ അൺനൗൺ, ദ സൈലൻസ് ഓഫ് ഗോഡ്. ഇത് ദൈവത്തിൻ്റെ നിശബ്ദതയാണെന്നാണ് പറയുന്നത്. ദെൻ ആസ് ദ ബോയ് റൗണ്ടഡ് എ ഷാർപ്പ് ബാൻഡ് ദ സൈലൻസ് ബ്രോക്ക് ഇൻ ടു സൗണ്ട്. അതായത് അവൻ ഒരു കൊടും വളവ് എത്തിയപ്പോൾ അവിടെ സൈലൻസ് മാറിയിട്ട് സൗണ്ടായി മാറി. അതായത് സൈലൻസ് മാറി സൗണ്ട് ഉണ്ടായി. ദ സഡൻ റോറിങ് സൗണ്ട്. അതായത് നല്ല പെട്ടെന്ന് ഒരു ആരവാണ് ഉണ്ടായത്. ദ സൗണ്ട് ഓഫ് റിവർ. ആ സൗണ്ട് നമ്മുടെ നദിയുടെ ആയിരുന്നു. ഫാർ ഡൗൺ ഇൻ ദ വാലി ദ റിവർ ടംബിൾഡ് ഓവർ ദ റോക്ക്. അപ്പോൾ അവൻ വാലിയിലേക്ക് എത്തിയപ്പോൾ അവിടെ ഈ വെള്ളം റോക്കിൻ്റെ മുകളിൽ തട്ടിയിട്ട് വീഴുകയാണ്. ദ ബോയ് ഗാസ്പ്ഡ്. അവൻ കിതയ്ക്കാൻ തുടങ്ങി. ആൻഡ് ബിഗാൻ ടു റൺ. അവൻ ഓടാൻ തുടങ്ങി. ഹീ സ്ലിപ്പ്ഡ് ആൻഡ് സ്റ്റംബിൾഡ്. അതായത് അവൻ ഇറങ്ങി വീഴുകയാണ് കല്ലിൽ തട്ടിയിട്ട്. സ്റ്റംബിൾഡ് വെച്ചാൽ കല്ലിൽ തട്ടിയിട്ട്. ബട്ട് സ്റ്റിൽ ഹീ റാൻ. പക്ഷേ അവൻ ഓടാൻ തുടങ്ങി. ദെൻ ഹീ വാസ് ആങ്കിൾ ഡീപ്പ് ഇൻ ദ പെയിൻഫുള്ളി കോൾഡ് മൗണ്ടെയിൻ വാട്ടർ ആൻഡ് ദ വാട്ടർ വാസ് ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് വണ്ടർഫുൾ. അവൻ ഇപ്പോൾ നിൽക്കുന്നത് മൗണ്ടെയിൻ വാട്ടറിൻ്റെ ഉള്ളിലാണ്. നല്ല തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ. ആൻഡ് ദ വാട്ടർ വാസ് ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് വണ്ടർഫുൾ. അവൻ പറയുകയാണ് വെള്ളം നീലയും വെള്ളയുമാണ്, പിന്നെ അതിമനോഹരമാണ് എന്ന്. ഇതാണ് നമ്മുടെ കഥ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.